ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും എങ്ങനെയാണ് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ LLB എൻട്രൻസ് എക്സാമിനേഷൻസിൽ ചോദിച്ചു വരുന്നുണ്ട്. ക്ലാറ്റിൽ എന്തായാലും നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ആണ് ക്ലാറ്റ് ഫുൾ ഉള്ളത്. ക്ലാറ്റ്, കുസാറ്റ്, കാറ്റ്, NGU കാറ്റ്, ക്ലീ ഇതുപോലുള്ള എല്ലാ എൻട്രൻസ് എക്സാമിനേഷനിലും ഇപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. ഇപ്പൊ കുസാറ്റിനാണെങ്കിൽ നമുക്ക് 3 year LLBക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് തന്നെയുണ്ട്. 5 yearന് ഇതുവരെ കുറച്ച് വർഷങ്ങൾ മുൻപ് ഇതുപോലെ 1-2 പാസേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ചോദിച്ചു തുടങ്ങും കുസാറ്റിലൊക്കെ ആണെങ്കിൽ. കാരണം ക്ലീയിലും ഇതുപോലെ ഇംഗ്ലീഷ് സെക്ഷനിൽ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് എല്ലാം ഇതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽസും റീഡിംഗ് സ്കിൽസും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. കാരണം നമ്മൾ LLB എന്ന് പറയുമ്പോൾ നമ്മൾ LLB പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു ലോയർ എന്ന് പറയുന്ന ഒരാൾ ലോയർ അല്ലെങ്കിൽ നമ്മളൊരു LLB ലോ സ്റ്റുഡന്റ് ആയി കഴിയുമ്പോൾ തന്നെ ഒരു വലിയ വലിയ ടെക്സ്റ്റുകളും ജഡ്ജ്മെന്റും ഒക്കെ നമ്മൾ വായിച്ചു മനസ്സിലാക്കി അതിന്റെ ഏറ്റവും സമ്മറി, അതിലെ ഏറ്റവും ക്രക്സ് മാത്രം മനസ്സിലാക്കി എടുക്കുക അല്ലെങ്കിൽ ക്രക്സ് മാത്രം എഴുതുക എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ആകണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ റീഡിംഗ് സ്കിൽസും കോംപ്രിഹെൻഷൻ സ്കിൽസും ഒക്കെ നമ്മൾ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ നേരത്തെ തന്നെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് റീഡിംഗ് സ്കില്ലും കോംപ്രിഹെൻഷൻ സ്കില്ലും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എൻട്രൻസ് എക്സാമിനേഷനിലൊക്കെ റീഡിംഗ് സ്കില്ലും കോംപ്രിഹെൻഷൻ സ്കില്ലും നമ്മൾ എത്രത്തോളം നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷിൽ ഒരു നോളജ് ഉണ്ട്, നമുക്ക് കോംപ്രിഹെൻഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് പാസേജസ് ചെയ്യണം. അത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂസ് പേപ്പർ വായിക്കുക, അതോടൊപ്പം തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ഒക്കെ സ്ഥിരമായിട്ട് ദിവസം ഒരു പാസേജ് വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെ സ്ഥിരം പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഒരിക്കലും നമുക്ക് വായിക്കാതെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കാണാതെ പഠിച്ചോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, വായിക്കണം. അതൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണിത്. അതോടൊപ്പം തന്നെ നമ്മളുടെ സമയം ഒരുപാട് പോകും. എൻട്രൻസ് എക്സാമിനേഷന് നമുക്ക് സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ സമയം നമുക്ക് മാനേജ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടഫായി മാറും ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് കൂടുമ്പോൾ. അപ്പൊ എന്തായാലും അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പാസേജസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നും ഈ ഓരോ പാസേജസും എങ്ങനെ വായിക്കണമെന്നും നോക്കാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ഏത് പാസേജ് എടുത്ത് നോക്കിയാലും അതിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ഐഡിയ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ പാസേജിന്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ സെൻട്രൽ തീം എന്ന് പറയുന്നത് ആ പാസേജിൽ പറയുന്ന മെയിൻ ടോപ്പിക് തന്നെയാണ്. എന്തിനെ കുറിച്ചാണോ ആ പാസേജ് പറയുന്നത് അതാണ് അതിന്റെ മെയിൻ ഐഡിയ. ഇറ്റ് sums up what the passage is precisely about and highlights what the author is trying to convey to the readers. ഓഥർ എന്താണ് റീഡേഴ്സിന്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓഥറിന്റെ വ്യൂ എന്താണ്, ഇതെല്ലാം ആ പാസേജിലുള്ളത്. ചില കേസസ് എന്താവും, മെയിൻ ഐഡിയ ഉണ്ടാവാം, ഒബ്വിയസ് ആവാം, നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാസേജസ് ഉണ്ട്. പക്ഷെ ചിലതിനകത്താണെങ്കിൽ യു വിൽ നീഡ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമുക്ക് ഓരോ വരിയായിട്ട് ഇങ്ങനെ വായിച്ച് പോയാൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന മെയിൻ ഐഡിയ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാസേജസും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഒരു പാസേജിന്റെ മെയിൻ ഐഡിയ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക, എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? റീഡ് ദി പാസേജ് കെയർഫുള്ളി. അപ്പൊ നമ്മൾ വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. റീഡ് വായിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എക്സാം സമയത്ത് നമുക്ക് ഒരുപാട് സമയം വായിച്ചു പോകാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ എങ്ങനെ വേണം വായിക്കാൻ? ആദ്യം നമ്മൾ വായിക്കുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കണം. നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ ആ പാസേജ് വായിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കണം. ഇത് നമ്മളുടെ മെയിൻ ഐഡിയക്ക് മുമ്പ് ഞാൻ പറയാനിരുന്ന കാര്യമാണ്. അതിപ്പോ പറയാം. പാസേജസ് വായിക്കുന്നതിന് മുൻപ് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കണം. ആ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കണം. ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാസേജ് എന്തിനെ കുറിച്ചാണ്. എന്നിട്ട് ആ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാസേജ് വായിച്ചു തുടങ്ങാം. ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടും ഈ പാസേജ് എന്തിനെ കുറിച്ചാണ്, ഇതിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, എന്തിനൊക്കെ ഉള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. എന്നിട്ട് പാസേജ് വായിക്കുക. എന്നിട്ട് ആ പാസേജിനകത്ത് കീവേഡ്സ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. കീവേഡ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ്, കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. പേ ക്ലോസ് അറ്റൻഷൻ ടു ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ്. ആ പാസേജിന്റെ ഫസ്റ്റ് സെന്റൻസ്, അതായത് ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും നല്ലതുപോലെ വായിക്കുക. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും നോക്കി കഴിയുമ്പോൾ തന്നെ ആ പാസേജ് എന്തിനെ കുറിച്ചാണെന്ന് അറിയാൻ പറ്റും. ലുക്ക് ഫോർ റിപ്പിറ്റേഷൻ ഓഫ് വേർഡ് ഐഡിയാസ്. റിപ്പീറ്റഡ് ഐഡിയാസ്. അതിനകത്ത് എന്തൊക്കെ
ഏതെങ്കിലും ഒരു മെയിൻ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ അതൊന്ന് നോക്കണം. ട്രൈ ടു സമ്മറൈസ് ദ പാസേജ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ രീതിയിലോട്ട് ആ പാസേജ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിക്ക് ദി ഓപ്ഷൻ വിച്ച് മോസ്റ്റ് ലോജിക്കലി ആൻഡ് പ്രിസൈസ്ലി ക്യാപ്ചേഴ്സ് ദി എസൻസ് ഓഫ് ദി പാസേജ്. നിങ്ങൾ അതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ, മെയിൻ ഐഡിയ കണ്ടുപിടിക്കുമ്പോൾ ആ ഓപ്ഷൻ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ട് ചെയ്യുന്ന, നിങ്ങൾ വായിച്ചത് വെച്ചിട്ട് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്ന, ഏറ്റവും ലോജിക്കലി കറക്റ്റ് ആകുന്ന ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ്. മെയിൻ ഐഡിയ എങ്ങനെയൊക്കെ ചോദിക്കും. മെയിൻ ഐഡിയ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമായിരിക്കും വരുന്നത്. ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദി പാസേജ് ഈസ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അത് എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? മെയിൻ ഐഡിയ. മെയിൻ ഐഡിയ കണ്ടുപിടിക്കാനാണ് പ്രൈമറി ഫോക്കസ് ഓഫ് ദ പാസേജ് ഈസ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് ചോദിക്കുന്നത്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ദി സെൻട്രൽ ഐഡിയ. അപ്പൊ നമുക്കറിയാം സെൻട്രൽ ഐഡിയ എന്ന് ചോദിച്ചാൽ മെയിൻ ഐഡിയ കണ്ടുപിടിക്കാനാണ്. ചിലപ്പോൾ മെയിൻ ഐഡിയ എന്ന് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. ദ ഓദർ ഇസ് ചീഫ്ലി കൺസേൺഡ് വിത്ത് എന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് എന്താ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മെയിൻ ഐഡിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ ദ ഓദർ ഇസ് പ്രൈമറിലി ഇൻട്രസ്റ്റഡ് ഇൻ, പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് സമ്മറൈസസ് ദി പാസേജ്. ഈ പാസേജ് ഒരു പാസേജിനെ സമ്മറൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് പറഞ്ഞാൽ ഈ പാസേജിന്റെ മെയിൻ ഐഡിയ എന്താണ്. ഓക്കെ, ഇനി സ്പെസിഫിക് ഡീറ്റെയിൽസ്, അതായത് നമുക്ക് മെയിൻ ഐഡിയക്കുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. അതോടൊപ്പം തന്നെ ആ പാസേജിൽ നിന്നുള്ള സ്പെസിഫിക് ഡീറ്റെയിൽസ് എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് സ്പെസിഫിക് ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ സം സ്പെസിഫിക് ഇൻഫർമേഷൻ. ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ദീസ് ക്വസ്റ്റ്യൻസ് ആസ്ക് യു ടു റീകോൾ ഫാക്ട്സ്, ഡേറ്റ ഓർ ഡിസ്ക്രിപ്ഷൻസ് മെൻഷൻഡ് ഇൻ ദ പാസേജ്. പാസേജിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ്, ഒരു ടോപ്പിക് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് തന്നെ പറയാം, ഇപ്പൊ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ കാര്യം പറയുകയാണ് ഒരു പാസേജിൽ നിന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച രാജ്യം ഏതാണ്, കോവിഡ് പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും പിന്നിലായി പോയത് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് സ്പെസിഫിക് ഡീറ്റെയിൽസ് എടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അതിലുള്ള ഫാക്ട്സ്, ഡേറ്റ, മറ്റ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സച്ച് ക്വസ്റ്റ്യൻസ് ആർ കമ്പാരിറ്റീവ്ലി ഈസിയർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഈസിയർ ആണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. മെയിൻ ഐഡിയ, അതുപോലെ സമ്മറി, ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താണ്, അത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ആസ് ദ ഇൻഫർമേഷൻ നീഡഡ് ടു ആൻസർ ദം ഇസ് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ്. അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് തന്നെ പാസേജിൽ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ഈസിയർ ആവാറുണ്ട് സ്പെസിഫിക് ഡീറ്റെയിൽസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എക്സാമ്പിൾസ് ഓഫ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലായിരിക്കും? ഫസ്റ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ പാസേജ് വാട്ട് ഈസ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പാസേജ് വാട്ട് ഈസ് ഇത് എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ അതെന്താ സ്പെസിഫിക് ഇൻഫർമേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അക്കോർഡിംഗ് ടു ദി ഓദർ വാട്ട് ഈസ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഓർ ഫോൾസ് ആസ് പെർ ദി പാസേജ്. പാസേജ് പ്രകാരം ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്. Which of the following as per the passages or is not a reason. റീസൺ ആണോ അല്ലെങ്കിൽ റീസൺ അല്ല, റീസൺ ഫോർ എന്ന് പറഞ്ഞിട്ട്. all of the following are true or false except. all of the following are true except ഏത് ഓപ്ഷൻ. അങ്ങനെയൊക്കെ. ഇതൊക്കെ എന്താ സ്പെസിഫിക് ഇൻഫർമേഷൻ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മൂന്നാമത്തെ തരം ക്വസ്റ്റ്യൻസ് ആണ് ഇൻഫറൻസസ്. ഇൻഫറൻസ് കണ്ടുപിടിക്കുക. എന്താണ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നിഗമനം. നമുക്ക് എന്താണ് ആ ഒരു പാസേജിൽ നിന്ന് മനസ്സിലായത്, അതാണ് ഇൻഫറൻസ്. ആൻഡ് ഇൻഫറൻസ് ഈസ് എ കൺക്ലൂഷൻ. കണ്ടോ, ഒരു കൺക്ലൂഷൻ. നമുക്ക് എന്താണ് ആ പാസേജിൽ നിന്ന് മനസ്സിലായത്, ദാറ്റ് ഈസ് ലോജിക്കലി ഡിറൈവ്ഡ് ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദി പാസേജ്. ആ പാസേജിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന കാര്യമാണ് ഇൻഫറൻസ്. ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഇംപ്ലൈഡ്. അതിനകത്ത് ഇംപ്ലൈഡ് ആയിട്ടുള്ള കാര്യം, അത് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യില്ല, അതിൽ കൊടുക്കില്ല. നമുക്ക് വ്യക്തമായിട്ട് ഒരു സെന്റൻസിൽ ഇങ്ങനെ തരില്ല. ആ സെന്റൻസ് വായിക്കുന്നത് വഴി നമുക്ക് എന്താണ് മനസ്സിലായത്, അതാണ് എന്താണ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കൂടുതലും വരുന്നത്. അപ്പൊ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ രണ്ട് തരത്തിലുണ്ട്. ഇൻഫറൻസ് അബൌട്ട് ഇൻഫർമേഷൻ ഉണ്ട്, രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ ഇൻഫറൻസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഓദറിന്റെ വ്യൂസ് ഇൻഫർ ചെയ്യുക. അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ഇൻഫറൻസസ് അബൌട്ട് ഇൻഫർമേഷൻ. ദ ഇൻഫറൻസ് വിൽ നോട്ട് ബി എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ്. വ്യക്തമായിട്ട് നമുക്ക് ഇൻഫറൻസ് പാസേജിൽ തരില്ല. അതുപോലെ ദ ഇൻഫറൻസ് വിൽ ബി സപ്പോർട്ടഡ് ബൈ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ പാസേജ്. ഇൻഫറൻസ് നമ്മൾ മനസ്സിലാക്കി, നമ്മളുടെ നിഗമനമാണ്, നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒപ്പീനിയൻ ആണ്. ആ ഒപ്പീനിയൻ എന്തായിരിക്കും, ആ പാസേജിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒപ്പീനിയൻ. യു വിൽ നീഡ് ടു
കണക്ട് ദി ഡോട്ട്സ് ആൻഡ് റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇംപ്ലൈഡ്. ഇംപ്ലൈഡ് ആയിട്ടുള്ള അതിൽ നിന്ന് നമ്മളൊരു കാര്യം ഇൻഫർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈൻസിന് ഇടയിൽ കൂടി, അതായത് പാസേജ് വ്യക്തമായി വായിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പാസേജ് വായിക്കണം. യൂസ് ദി എലിമിനേഷൻ മെത്തേഡ് to get rid of incorrect option. Elimination, ഈ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻ തരുമ്പോൾ അതിൽ സ്യൂട്ട് ചെയ്യാത്ത ഓപ്ഷൻസ് ആദ്യമേ എടുത്ത് കളയാം. എന്നിട്ട് നമ്മൾ എന്തായാലും പാസേജ് വായിച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഈ പാസേജുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ ആദ്യമേ എലിമിനേറ്റ് ചെയ്തു പോകുക. പിന്നെ the incorrect options will either be contextually irrelevant. Irrelevant ആയിട്ടുള്ള നമ്മുടെ പാസേജ് തന്നിരിക്കുന്ന കാര്യം ഒരു ബന്ധവുമില്ലാത്ത കാര്യമാവാം, അല്ലെങ്കിൽ ആ പാസേജ് തന്നിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഡീപ്പ് ആയിട്ടും പോകുന്ന കാര്യങ്ങളായിരിക്കും. or go beyond what can reasonably be inferred. അപ്പൊ അങ്ങനെയുള്ള കാര്യം എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ will restate an idea that is already present in the passage. പാസേജിൽ പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയായിരിക്കും കറക്റ്റ് ഓപ്ഷനിൽ ഉണ്ടാകുന്നത്, ആ പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ഇൻഫറൻസിൽ കൂടുതലും യൂസ് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം ഇൻഫറൻസ് ചോദിക്കുന്ന, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഓർ കനോട്ട് ബി ഇൻഫേർഡ് ഫ്രം ദി പാസേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ബെസ്റ്റ് സപ്പോർട്ടഡ് ബൈ ദ പാസേജ്. ഈ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഈ പാസേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് ആണ് അവിടെയും ചോദിക്കുന്നത്. എക്സാമിൻ ദി ഗിവൺ ഇൻഫറൻസ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദി പാസേജ്. പിന്നെ based on the information given in the passage, which of the following is most likely to be true or false. ഈ പാസേജിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് ഇതിനകത്ത് പറയുന്ന ഓപ്ഷനിൽ ഏതാണ് ശരി തെറ്റ് അങ്ങനെയുള്ള കാര്യം. The sentence dash implies that. imply എന്ന് ചോദിച്ചാലും അവിടെയും ഇൻഫറൻസ് ആണ്, നമ്മൾ ഡിറൈവ് ചെയ്യണം, നമ്മളുടെ ഒപ്പീനിയൻ, നമുക്ക് ഈ പാസേജിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, അതാണ് ഇൻഫറൻസ്. It can be concluded from information contained in the passage that. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, അതൊക്കെ ഇൻഫറൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഓഥറിന്റെ വ്യൂസ് നമുക്ക് എങ്ങനെയാണ് ഓഥറിന്റെ വ്യൂസ് മനസ്സിലായിട്ടുള്ളത്? ദ ഓഥേഴ്സ് വ്യൂ വിൽ നോട്ട് ബി എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ്. അതുപോലെ പാസേജിൽ ഓഥറിന്റെ വ്യൂ എന്തായിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് പറയില്ല. ഓഥർ പറയില്ല എനിക്ക് ഇതുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതൊട്ടും യോജിക്കാൻ കഴിയില്ല എന്ന് ഓഥർ ചിലപ്പോൾ പാസേജിൽ പറയില്ല. അപ്പം ഓഥറിന്റെ ടോൺ, ഓഥർ എന്താണ് അതിൽ പറഞ്ഞു വരുന്നത്, അതിന്റെ ഒരു സംഭവം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഈ ഓഥറിന് ഈ ഒരു കാര്യമായിട്ട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ എന്നുള്ളത്. അപ്പം നമ്മളാണ് അവിടെ അതിൽ നിന്ന് ഇൻഫർ ചെയ്യേണ്ടത്. The author's view will be supported by information. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് കിട്ടില്ല, നമ്മൾ വായിക്കണം, read between the lines, elimination method യൂസ് ചെയ്യണം. Incorrect options may either reflect wrong viewpoints or views that are too strong or extreme. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ചിലപ്പോൾ റോങ് വ്യൂ പോയിന്റ്സ്, ഓഥർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത വ്യൂ പോയിന്റ്സ് ആയിരിക്കും ഓപ്ഷൻസ് തരുന്നത്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ എക്സ്ട്രീം ഒപ്പീനിയൻ ഒക്കെ ആയിരിക്കും, എക്സ്ട്രീം വ്യൂസ് ഒക്കെ ആയിരിക്കും പറയുന്നത്, അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിളും പറയുന്നുണ്ട്. The author has discussed a certain scientist viewpoint in a passage that talks about some research or theory. അതായത് ഒരു ഓഥർ എന്ത് ചെയ്യാണ്, വേറൊരു സയന്റിസ്റ്റിന്റെ വ്യൂ പോയിന്റ്സ് ആണ് എഴുതുന്നത്. ഓക്കെ, സയന്റിസ്റ്റിന്റെ വ്യൂ പോയിന്റ് ആണ് എഴുതുന്നത്, ഒരു തിയറി, ഏതെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ ഒരു റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആ സയന്റിസ്റ്റ് എന്തൊക്കെയാണോ പറയുന്നത് അത് ഓഥർ എഴുതുകയാണ്. ഇൻ ദിസ് കേസ് യു നീഡ് ടു ഫൈൻഡ് ദി ഓഥേഴ്സ് വ്യൂ പോയിന്റ്, നോട്ട് ദ സയന്റിസ്റ്റ്. അങ്ങനെ ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓഥറിന്റെ വ്യൂ പോയിന്റ് ആണ് എഴുതേണ്ടത്, സയന്റിസ്റ്റിന്റെ അല്ല. സയന്റിസ്റ്റ് ചിലപ്പോൾ റിസർച്ചിനെ കുറിച്ച് നല്ലതും ഒക്കെ പറയുമായിരിക്കും, പക്ഷെ ഓഥർ ആ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യം എങ്ങനെയാണ് ആ പാസേജിൽ കൊണ്ടുവരുന്നത്, അതിൽ നിന്ന് നമ്മൾ ഓഥറിന്റെ വ്യൂ മനസ്സിലാക്കി എഴുതണം. ഓഥറിന്റെ വ്യൂ ആണ് സയന്റിസ്റ്റിന്, അക്കോർഡിംഗ് ടു സയന്റിസ്റ്റ് അല്ല, അക്കോർഡിംഗ് ടു ഓഥർ എന്താണ് ഈ സംഭവം എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇനി അതിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. given the information in the passage, the author is most likely to agree with which of the following. ഓഥറിന്റെ എന്താ ഒരു ലൈക്സും ഡിസ്ലൈക്സും ആണ് അവിടെ ചോദിക്കുന്നത്. ഓഥറിന് അതുമായിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. given the information, the author is least likely to agree with which of the following. പിന്നെ given the information in the passage, the author is most likely to disagree with which of the following. The author refers to dash in order to. ഇതൊക്കെ ഓഥറിന്റെ വ്യൂ പോയിന്റ് നമുക്ക് മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. What does the author mean by? ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്നതാണ്. വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ
could include synonyms and antonyms. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കാണാം ഏതെങ്കിലും ഒരു വേർഡ് എടുത്തിട്ട് ഈ വേർഡിന് സിമിലർ ആയിട്ടുള്ള വേർഡ് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് ചോദിക്കാം. ചിലപ്പോൾ പാസേജിൽ നിന്ന് ഒരു വേർഡ് എടുത്തിട്ട് അതിന് സിമിലറോ അതിന്റെ ആന്റോണിമോ ആയിട്ടുള്ള വേർഡ് നിങ്ങൾ സജസ്റ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെയൊക്കെ. പിന്നെ കോണ്ടെക്ച്വൽ മീനിങ് ഓഫ് വേർഡ്സ്. ഏതെങ്കിലും ഒരു വേർഡ് എന്നിട്ട് അതിന്റെ കോണ്ടെക്ച്വൽ മീനിങ് ആ പാസേജുമായി നോക്കുമ്പോൾ അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ ചോദിക്കും. മീനിങ് ഓഫ് ഫ്രേസസ് ഓർ ഇഡിയംസ്. ആ പാസേജിൽ ഏതെങ്കിലും ഇഡിയംസോ ഫ്രേസസോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ചോദിക്കും. ഈ ഒരു സംഭവം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും യു നീഡ് ടു ബ്രഷ് അപ്പ് ഓൺ യുവർ ഓൺ വൊക്കാബുലറി സ്കിൽസ്. നമ്മളുടെ വൊക്കാബുലറി സ്കിൽസിൽ നിന്ന് വേണം അത് എഴുതാൻ വേണ്ടി. ഒരിക്കലും പാസേജിൽ നിന്ന് നമുക്ക് അത് ഡിറൈവ് ചെയ്ത് എഴുതാൻ പറ്റില്ല. നമുക്ക് അതിന്റെ മീനിങ് അറിയാമെങ്കിൽ നമുക്ക് എഴുതാം, ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. അത് എക്സാമ്പിൾസ് ഓഫ് വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിനോണിം ഓർ ആന്റോണിം ഓഫ് ദി വേർഡ്. എന്നിട്ട് ഏതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ് അതിന്റെ സിനോണിം ആന്റോണിം. അപ്പോൾ ദ വേർഡ് ഡാഷ് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ് ഇസ് എക്സാക്ട്ലി സിമിലർ ഓർ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു. ഓക്കെ, അതിൽ തന്നിരിക്കുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? പിന്നെ വേർഡ് യൂസ്ഡ് ഇൻ ദ പാസേജ് ഇസ് മോസ്റ്റ് സിമിലർ ഓർ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു. Which of the following words could be best suited for dash without substantially changing the author's meaning. Author പറഞ്ഞിരിക്കുന്ന authorന്റെ meaning, author എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും വ്യത്യാസം വരാതെ നിങ്ങൾക്ക് ആ വേർഡിന് പകരം ഏത് വേർഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമുക്ക് വൊക്കാബുലറി അറിയാമെങ്കിൽ മാത്രം, ഇതുപോലത്തെ സിനോണിംസ്, ആന്റോണിംസ്, ഇഡിയംസ്, ഫ്രേസസ് ഇതിനൊക്കെ മീനിങ്സ് നമുക്ക് അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ കൂടുതൽ വായിക്കുക, കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡാഷ് ഇൻ ദ ഗിവൺ കോണ്ടെക്സ്റ്റ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ്? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ? അങ്ങനെ. ഇനി ടോൺ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടോൺ, പാസേജിന്റെ ടോൺ. ദ ടോൺ ഓഫ് ദ പാസേജ് റിഫ്ലെക്ട്സ് ദി ഓതേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓർ സെന്റിമെന്റ്സ് ടുവേർഡ്സ് ദി ടോപ്പിക് ബീങ് ഡിസ്കസ്ഡ്. ഇവിടെ ടോൺ എന്ന് പറയുമ്പോൾ ടോൺ നമ്മൾ വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പാസേജ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരും. അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓതറിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഓതറിന്റെ സെന്റിമെന്റ്സ്, ആ ടോപ്പിക്കുമായിട്ട് ടോപ്പിക്കിനോട് ഓതറിന് എന്താണ് ആറ്റിറ്റ്യൂഡ് ഉള്ളത്, ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ പറയുന്ന കാര്യമായിട്ട് ഓതർ യോജിക്കുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ടോണിൽ വരുന്നത്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദ മെസ്സേജ് ദാറ്റ് ദ ഓതർ ഈസ് ട്രൈങ് ടു കൺവേ. നമ്മൾ ആ ഓതർ, അതായത് ഓതറിന്റെ ആ മെയിൻ ഐഡിയ, നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ ഐഡിയ, ഓതറിന്റെ മെസ്സേജ്, ആ മെസ്സേജുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും ടോൺ വരുന്നത്. ദ ടോൺ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദി പാസേജ്. ഇനി പല തരത്തിലുള്ള ടോൺ ഉണ്ട്, അതൊന്ന് നോക്കാം. ഇതുപോലെ പലതരത്തിലുള്ള ടോൺ ഉണ്ട്. ഈ ടോണിൽ നമുക്ക് നിങ്ങൾ ഈ ടോൺസ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇതിൽ അത്ര നമുക്ക് കൂടുതൽ ചോദിക്കുന്ന ടോൺസ് ആണ് ഈ അനലിറ്റിക്കൽ ടോൺ. ഇവിടെ ദ ഓതർ ഇസ് അനലൈസിങ് എൻ ഇഷ്യൂ ആൻഡ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് യൂസിങ് ലോജിക് യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിലത്തെ ദ ടോൺ ഓഫ് ദ പാസേജീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരും. അനലിറ്റിക്കൽ ആണോ, ബയസ്ഡ് ആണോ, അങ്ങനെയൊക്കെ. അതുപോലെ ആംഗ്രി ഓർ ഇൻഡിഗ്നന്റ്, ദ ഓതർ ഇസ് എക്സ്പ്രസിംഗ് ആംഗർ ഓർ അനയൻസ് ടുവേർഡ്സ് സംതിങ് ഓർ സംവൺ. Apprehensive, the author is anxious or concerned that something bad will happen. ബയസ്ഡ് ആണോ ഈ ഓതർ എന്നുള്ളത്, അതായത് ഓതർ ഇസ് പാർഷ്യൽ ടു എ സർട്ടൻ വ്യൂ പോയിന്റ്. അതുപോലെ സിമ്പത്തറ്റിക്, ദ ഓതർ ഇസ് എക്സ്പ്രസിംഗ് സിമ്പതി ടുവേർഡ്സ് സംവൺസ് സഫറിംഗ്. അപ്പോൾ സിമ്പത്തറ്റിക് ആയിരിക്കും ടോൺ. ക്രിട്ടിക്കൽ, ദ ഓതർ ഇസ് എക്സ്പ്രസിംഗ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ബൈ ഫോൾട്ട് ഫൈൻഡിങ് അല്ലെങ്കിൽ ദ ഓതർ അനലൈസസ് ആൻഡ് ഇവാലുവേറ്റ്സ് ദി സെൻട്രൽ ഐഡിയ. അതാണ് ക്രിട്ടിക്കൽ. ദ ടോൺ എന്താവാം, ക്രിട്ടിക്കൽ ആവും അങ്ങനെയുള്ള സിറ്റുവേഷൻ. പിന്നെ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ the author is indifferent towards the topic and expresses a neutral attitude. Dogmatic, the author has some firm belief and is very assertive regarding their opinions. അപ്പം ഡോഗ്മാറ്റിക് ആകുമ്പോൾ the authorന് കുറച്ച് ഫേം ബിലീഫ്സ് ഉണ്ട്, അതുമായിട്ട് യോജിച്ച് മാത്രമേ ഓതർ നിൽക്കുന്നുള്ളൂ. ആ ഒരു ടൈപ്പ്. Auditory, acclamatory പോലുള്ള ടോൺസ്. അതിൽ the author is expressing praise and admiration for something or someone. ആരെങ്കിലും ആ ഓതർ ആരെങ്കിലും അഡ്മയർ ചെയ്യുന്നുണ്ട്, പ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും പുകഴ്ത്തിക്കൊണ്ടോ ആരെങ്കിലും കുറിച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ എഴുതുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ആകുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ്, the author is hopeful and confident about the future. പെസിമിസ്റ്റിക് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും, എക്സ്പെക്ടിങ് ആൻഡ് അൺഫേവറബിൾ. അതിൽ നമ്മൾ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ടോൺ. അതായത് ഓതറിന് എന്തെങ്കിലും ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കും എന്നുള്ള ഒരു കാര്യത്തിൽ എഴുതുന്ന പാസേജ്. സർക്കാസ്റ്റിക് ആണെങ്കിൽ സർക്കാസം അറിയാലോ, ഓതറിന്റെ ഡിസ്ലൈക്കും ഡിസ്അഗ്രിമെന്റും കാണിക്കുന്ന ഒരു സംഭവം. അതുപോലെ സ്പെക്യുലേറ്റീവ് ആണെങ്കിൽ ഓതർ ഇസ് എക്സ്പ്രസിംഗ് ഹൈപ്പോത്തറ്റിക്കൽ ഓർ തിയററ്റിക്കൽ ഐഡിയാസ്. ദിസ് ടോൺ ഇസ് യൂസ്ഡ് വെൻ ദി ഓതർ ഇസ് ഫോർകാസ്റ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഇവന്റ്സിനെ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഐഡിയാസ് ഓതർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സ്പെക്യുലേറ്റീവ്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അപ്പൊ സ്പെക്യുലേറ്റീവ് ടോൺ ആവും.
ഇനി റൈറ്റിംഗ് സ്റ്റൈലും ഇതുപോലെ തന്നെ ടോൺ പോലെയാണ്. നമുക്ക് ആ പാസേജിൽ നിന്ന് ഇൻഫർ ചെയ്ത് നമ്മൾക്ക് ഈ പാസേജ് വായിച്ച് കഴിയുമ്പോൾ ആ പാസേജ് എങ്ങനെയുള്ള പാസേജ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ടോൺ. അതായത് ഓഥറിന്റെ വ്യൂ പോയിന്റ്സ് അനുസരിച്ചിട്ടാണ് നമുക്ക് ടോൺ പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കില്ലും അങ്ങനെ തന്നെയാണ്. ഓഥർ ഇന്റൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ദർ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻ ത്രൂ റൈറ്റിംഗ് സ്റ്റൈൽ. ഈ ഡിഫറെന്റ് സ്റ്റൈൽസ് യൂസ് ഡിഫറെന്റ് സ്ട്രക്ചർ, വേർഡ് ചോയ്സസ്, ലിംഗ്വിസ്റ്റിക് കോംപ്ലക്സിറ്റീസ്. ഈ റൈറ്റിംഗ് സ്റ്റൈലും പലതരത്തിലുണ്ട്. റൈറ്റിംഗ് സ്റ്റൈൽസും ഇതുപോലെ പലതരത്തിലുണ്ട്. ഇതിൽ കുറച്ച് കാര്യം ഇതും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, അതൊന്ന് നോക്കി വെച്ചേക്കുക. ആർഗ്യുമെന്റേറ്റീവ് അല്ലെങ്കിൽ പെർസുവേസീവ് എന്നുള്ള ഒരു സ്റ്റൈൽ. ദ ഓഥർ എസ്റ്റാബ്ലിഷസ് എ വ്യൂ പോയിന്റ് ആൻഡ് ട്രൈസ് ടു കൺവിൻസ് ദ റീഡർ. എക്സാമ്പിൾ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസിലൊക്കെ ഓഥർ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും. ആ ഓഥറിന്റെ വ്യൂ പോയിന്റ് അവിടെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് റീഡേഴ്സിനെ കൺവിൻസ് ചെയ്യണം. അതായത് റീഡേഴ്സിനെ മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊക്കെയാണ്. അത് ഓഥറിന്റെ വ്യൂ പോയിന്റ് ആണ് അവിടെ പറയുന്നത്, പക്ഷെ അത് റീഡേഴ്സിനെയും കൂടെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ. അതാണ് ആർഗ്യുമെന്റേറ്റീവ്. നമ്മുടെ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസിലൊക്കെ ആ ഒരു തരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് ഒക്കെ വായിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പോൾ നടക്കുന്ന കണ്ടംപററി ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും, അതിൽ നിന്ന് ഓഥറിന്റെ വ്യൂ പോയിന്റ് പറയുന്നു. അനലിറ്റിക്കലാകുമ്പോൾ ഓഥർ അനലൈസസ് ആൻഡ് ഇവാലുവേറ്റ്സ് ദി സെൻട്രൽ ഐഡിയ. ഓഥർ സെൻട്രൽ ഐഡിയ അനലൈസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ദ ഓഥർ പ്രസൻസ് ആർഗ്യുമെന്റ്സ് ആൻഡ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് ആൻ എക്സാമ്പിൾ എഡിറ്റോറിയൽ, ടെക്നിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ. അങ്ങനെ ഓഥർ എന്ത് ചെയ്യുന്നു? presents arguments and examples to support an idea. Abstract ആകുമ്പോൾ author discusses a philosophical or theoretical idea. Philosophical essays example ആണ്. Descriptive, the author describes a person, place, thing. ഇതൊക്കെ. Expository എന്ന് പറയുമ്പോൾ author tries to explain something in an objective manner. It is subject oriented, includes factual information. Factual, author presents information in an objective manner along with facts and figures. Newspaper articles, reports, scientific reports. Narrative, author narrates an event. Such passages are in the form of a story. Narrative ആകുമ്പോൾ ഒരു സ്റ്റോറി പോലെ അത് എന്താ ഓഥർ നറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈൽസ് ആണ്, അതും കൂടി നോക്കി വെച്ചേക്ക്. എന്നിട്ട് ഇത് വെച്ച പാസേജ് നിങ്ങൾക്ക് ഇനി ഓരോ പാസേജസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഏതൊക്കെയാണ് അതിലോട്ട് വരുന്നതെന്ന് നോക്കാം.